ഈശോയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദുഃഖശനിയാഴ്ചയാണ്. പരമ്പരാഗതമായി പരിശുദ്ധ അമ്മയെ നമ്മൾ ഓർക്കുന്ന ദിവസമാണ് ദുഃഖശനിയാഴ്ച. കാരണം കുരിശിനരികെ അവൻ്റെ അമ്മയുണ്ടായിരുന്നു എന്ന് യോഹന്നാൻ അപ്പസ്തോലൻ പ്രത്യേകമായി കുറിച്ച് വച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കുർബാനയുടെ സമയം, അവൻ്റെ ബലി പൂർത്തിയാകുന്ന സമയം, അവൻ്റെ ബലിയുടെ മുമ്പിൽ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സഹനങ്ങളുടെ മധ്യത്തിലൂടെ കടന്ന് കുരിശിനരികെ എത്തിച്ചേർന്ന പരിശുദ്ധ അമ്മയെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുർബാനയുടെ സ്ത്രീ എന്ന് വിളിക്കുക. അത് 100% ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അവളെ കുർബാനയുടെ സ്ത്രീ എന്ന് വിളിക്കുന്നതാണ്. അമ്മയെ ഒരുപാട് പേരുകളൊക്കെ വിളിച്ചിട്ടില്ല ചരിത്രത്തിൽ. നമ്മുടെ ലുത്തിനിയെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എന്തെല്ലാം വിശേഷണങ്ങളാണ് മാതാവിൻ്റെ പേരിനോട് ചേർത്ത് വെച്ചിരിക്കുക. മാലാഖ വിളിച്ചു കൃപ നിറഞ്ഞവളെ, നന്മ നിറഞ്ഞവളെ എന്ന്. എലിസബത്ത് വിളിച്ചു ദൈവത്തിൻ്റെ അമ്മയെ എന്ന്. ഇവിടെ സ്വപുത്രനായ യേശുദമ്പുരാന് അമ്മയെ വിളിക്കുന്നത് അമ്മയെ എന്നാണ്. എന്നിട്ട് അവളെ മനുഷ്യകുലത്തിന് മുഴുവൻ അമ്മയായി നമുക്ക് ഏൽപ്പിച്ചു തന്നു യോഹന്നാനിലൂടെ. അതുകൊണ്ടാണ് മറിയത്തിൻ്റെ പക്കലേക്ക് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് പ്രത്യേകമായ പ്രചോദനം കിട്ടുക. അമ്മയുടെ ഒപ്പം നിൽക്കണമെങ്കിൽ നമുക്ക് സഹനത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകണം. സഹനത്തിൻ്റെ വഴികളിലൂടെ ആരെങ്കിലും, കുരിശിൻ്റെ വഴിയിലൂടെ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അമ്മയുടെ മക്കളായി തീരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അമ്മയെപ്പോലെ കുരിശുകളെ സ്നേഹിക്കാനാവുമോ? ദുഃഖശനിയാഴ്ച അമ്മയ്ക്ക് സമ്മിശ്ര വികാരങ്ങളുടെ ഒരു ദിവസമായിരുന്നു എന്ന് KP അപ്പൻ സാറിൻ്റെ മധുരം നിന്റെ ജീവിതം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. കാരണം ദുഃഖവെള്ളിയാഴ്ച ആ ദിവസങ്ങളൊക്കെ സഹനത്തിൻ്റെ ദിവസങ്ങളായിരുന്നു അമ്മയ്ക്കും. അതേസമയം ആ സഹനങ്ങളിലൊക്കെ അവസാനം ഒരു പ്രകാശത്തിലേക്ക്, ഉത്ഥാനത്തിലേക്ക് തൻ്റെ മകൻ കടന്നു പോകുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷവും ആനന്ദവും ഉത്ഥാനത്തിൻ്റെ അനുഭവം മറിയത്തിൻ്റെ ഹൃദയത്തിൽ തളം കെട്ടി നിന്ന ഒരു ദിവസമായിരുന്നു, പ്രതീക്ഷയുടെ ദിനമായിരുന്നു ഈ ദുഃഖശനിയാഴ്ച എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അമ്മയോട് ചേർന്ന് കുരിശിന് അരികെ നിൽക്കുമ്പോൾ നമുക്കും ഈ ദുഃഖങ്ങളെ സ്നേഹിക്കുവാനും അതിനെ ആനന്ദത്തിൻ്റെ ഒരു പടിയായി കാണാനും ഒക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയും ശരണവുമൊക്കെ ഉണ്ടാവുക. ഇങ്ങനെ ദുഃഖിക്കുന്ന എല്ലാ വ്യക്തികളെയും, സഹനത്തിന് മുമ്പ് നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും ഈശോ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇതാ നിൻ്റെ അമ്മ. ഇതിൽ കൂടി നമുക്ക് എന്താ വേണ്ടത്? സ്വന്തം അമ്മയെ നമുക്ക് അമ്മയായി തരുന്ന കർത്താവായ ഈശോ മിശിഹ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാനാവട്ടെ. അമ്മ ചെയ്തതുപോലെ ദുഃഖങ്ങളെ സ്നേഹിക്കാൻ, ഓരോ ദുഃഖത്തെയും അതിജീവിക്കാൻ, അതിനെ ഉത്ഥാനത്തിൻ്റെ പ്രതീക്ഷയിലും ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലും അതിനെ കൊണ്ടു നടക്കാൻ, ദുഃഖങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ ഒരുപാട് രക്ഷ നമ്മുടെ സ്വന്തം ജീവിതത്തിലും നമ്മുടെ കുടുംബ തലങ്ങളിലും നമ്മുടെയൊക്കെ സാമൂഹിക വേദികളിലുമൊക്കെ ഈ നന്മയുടെ, മാറ്റത്തിൻ്റെ ഒക്കെ അനുഭവം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ദുഃഖങ്ങളെ സ്നേഹിക്കാൻ പറ്റുക, അതിനെ അതിജീവിക്കുക എന്ന അമ്മ നമ്മോട് പറയുക. കുർബാനയുടെ സ്ത്രീയായ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കുരിശിലേക്ക് നമുക്ക് നോക്കാൻ സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ ദുഃഖങ്ങൾക്ക് സന്തോഷമായി മാറും എന്ന ആ വലിയ സ്ഥിതി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് അമ്മയോട് ചേർന്ന് നിൽക്കാം. നിൻ്റെ പക്കൽ വന്ന് അപേക്ഷിച്ച് ആരെയും ഉപേക്ഷിച്ചതായി ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് നമ്മൾ വിശുദ്ധ ബെർണാർഡ് പുണ്യവാൻ്റെ പ്രാർത്ഥന ഇന്നും ചൊല്ലുന്നതല്ലേ? ചേർന്ന് നിൽക്കാനാവട്ടെ പരിശുദ്ധ അമ്മയോട് നമ്മുടെ ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ. അപ്പോൾ അമ്മയെ നോക്കിയിട്ട് നമ്മളോട് ഈശോ പറയും, ഇതാ നിൻ്റെ അമ്മ. നിൻ്റെ ദുഃഖങ്ങളിൽ, നിൻ്റെ സഹനങ്ങളിൽ നിനക്ക് ആശ്വാസമായ, ശക്തിയായി, മാതൃകയായി അതിനെ അതിജീവിക്കാൻ, അതിനെ ഒരു ഉത്ഥാനത്തിൻ്റെ ശക്തിയോടുകൂടി കണ്ടെത്താൻ, ജീവിക്കാൻ ഇതാ നിനക്കൊരു മാതൃക എൻ്റെ അമ്മ എന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരും, നമ്മളെ അമ്മയിലേക്ക് നയിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ നമുക്ക് നമ്മുടെ അമ്മയായി സ്വീകരിക്കാം. ഏറ്റു പറയാം, നീ എൻ്റെ അമ്മയാകുന്നു എന്ന്, നീ എൻ്റെ രക്ഷയാകുന്നുവെന്ന്, നീ എൻ്റെ സഹായമാകുന്നുവെന്ന് നമുക്ക് അമ്മയോട് പറയാനാകട്ടെ. അമ്മയുടെ സംരക്ഷണവും സഹായവും നമുക്കെല്ലാ ദിവസവും അനുഭവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനാകട്ടെ. നമ്മുടെ കുരിശിനരികെ അമ്മയുണ്ടാകട്ടെ.